ഹേ സാഫ്രോൺ, നീ ഇന്ന് എവിടേക്കാണ്? എനിക്കറിയാം, തിരുവനന്തപുരത്ത് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലേക്കല്ലേ നിൻ്റെ യാത്ര? അവിടെ കുടുംബശ്രീ പ്രവർത്തകരൊരുക്കിയ ആ ഉദ്യാനം കാണാൻ ഞാനും വരുന്നു. നിങ്ങളും വാ. ചേട്ടാ, എന്താ ചേട്ടാ ഉണ്ടാക്കുന്നത്? ഇത് ഊറി. ഉറിയാണോ? ഓ, ഈ ഇരിക്കുന്ന എന്താണ്? ഇത് വല്ലമാണെങ്കിലും ചെറിയ രീതിയിൽ ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ. ഈ പൂക്കളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി? അതെ അതെ അതെ. ഇത് എത്ര നാളായി ചേട്ടാ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇന്ന് 62 ദിവസമായി. ഈ പൂവിൻ്റെ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞോ? വിളവെടുപ്പ് കഴിഞ്ഞില്ല, ഉദ്ഘാടനമായി. നമുക്കിത് ഓണം സീസണിൽ മാത്രമേ ഉള്ളൂ? അതേ ഉള്ളൂ. അപ്പോൾ സീസൺ കഴിഞ്ഞാൽ പച്ചക്കറി. ഓ, അത് ശരി. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് 3 മാസമായെന്നാ പറഞ്ഞു? 3 മാസമായില്ല. ഇന്ന് തൈ നട്ടിട്ട് 63 ദിവസമായി. 63 ദിവസമായി. അപ്പോൾ ചേട്ടൻ അന്ന് മുതലേ ഇവിടെ ഉണ്ട്? അതെ. വേറെ എന്തൊക്കെ ഇതിലെ പോലെ ഉണ്ടാക്കും ചേട്ടൻ? വല്ലം മുടയും, ഊറി മുടയും. ഈ പണ്ട് കാലങ്ങളിൽ ചക്ക മൂടി വയ്ക്കാനായിട്ട് ചക്ക കൂടാ അത് മുടയും. പിന്നെ ഇതൊക്കെ തന്നെ. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് സെൽവനേശൻ. സ്ഥലം ഇവിടെ അടുത്ത് തന്നെ, കുറഞ്ഞോളാം. തിരുവനന്തപുരത്ത് നിന്ന് ബാലരാമപുരം റൂട്ടിൽ വെടിവെച്ചാൻ കോവിൽ കഴിഞ്ഞാൽ മുടവൂർ പാത. മുടവൂർ പാത നിന്ന് താന്നിയുള്ള റൂട്ടിലേക്ക് കുറച്ചു ദൂരം യാത്ര ചെയ്താൽ നമുക്ക് ഈ സ്ഥലത്ത് എത്താനാകും. നേരത്തെ ആ ചേട്ടൻ ചെയ്ത ഉറി, അതിലൊരെണ്ണം ഇവിടെ ആൾറെഡി തൂക്കിയിരിക്കുകയാണ്. മറ്റൊന്ന് വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം അവിടെ ഇരുന്ന് നെയ്യുന്നുണ്ട്. ഓല നെയ്തുണ്ടാക്കുന്ന മനോഹരമായ ചില ഗ്രാമീണ കാവ്യങ്ങളുണ്ട്. അതൊക്കെ ആ ചേട്ടൻ അറിയാം എന്ന് എന്നോട് പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന ജമന്തി പൂക്കളുടെ വർണ്ണങ്ങൾ നോക്കും. മനോഹരമായ മഞ്ഞ നിറവും ഓറഞ്ചും പിന്നെ മരതക ചാർത്തുപോലെ ഇടയ്ക്ക് വരുന്ന പച്ചയും എല്ലാം ചേർന്ന് നമുക്ക് കണ്ണ് നൽകുന്ന ആനന്ദം ചെറുതല്ല. ഇന്ന് എന്നോടൊപ്പം വിവേക് കൂടിയുണ്ട്. നമുക്കറിയാലോ, മുൻപത്തെ എൻ്റെ ചാനൽ വീഡിയോകളിൽ വിഷ്ണു ഉണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ അനുജനാണ് വിവേക്. വിവേകിനും ഒരു യൂട്യൂബ് ചാനലുണ്ട്, ട്രാവൽ ബുക്ക്. ഇന്ന് രാവിലെ ഞാൻ വിവേകിനെ വിളിച്ച് ചോദിച്ചതാ, നമുക്ക് മുണ്ടക്കൈ വരെ ഒന്ന് പോയാലോ എന്ന്. അപ്പോൾ ചില അസൗകര്യങ്ങളെ കൊണ്ട് ഞങ്ങൾ ആ യാത്ര ഒഴിവാക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രദേശത്തെ ഏതാനും സ്ഥലങ്ങളെ ചുറ്റിക്കണ്ടാലോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ വിവേകിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിവിടെ വന്നത്. വിവേകിന് സ്റ്റിൽ ഫോട്ടോഗ്രാഫി വലിയ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഒന്നാകെ നടന്ന് കാണാൻ ആരംഭിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഒപ്പം കൂട്ടിക്കോട്ടെ. നമുക്കൊരുമിച്ച് മനോഹരമായ മഞ്ഞ നിറങ്ങളും ഓറഞ്ചും പിന്നെ പച്ചയും ഇടകലർന്നു നിൽക്കുന്ന ഈ ഭൂമിയിലെ സൗന്ദര്യം ആസ്വദിച്ചാലോ? ഇത് നിസ്സാരം എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ ചെടികളെ ഇത്രയധികം പരിപാലിച്ച് സംരക്ഷിച്ച് അതിന് സ്നേഹവും വളവും നൽകി പോറ്റി വളർത്തിയത് ആരാണ്? സ്വന്തം പൈതങ്ങളെ പോലെ സൂക്ഷിക്കണ്ടേ? അല്ലെങ്കിൽ ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുമോ? ഞാനിതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് നടക്കുകയാണ്. തെളിമയാർന്ന ആകാശവും താഴെ വർണ്ണച്ചാർത്തൊരുക്കിയിരിക്കുന്ന ഈ കാഴ്ചയും മനസ്സിന് വല്ലാത്ത കുളിർമ തന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അതോ ഞാൻ വെറുതെ പറയുന്നതാണ്? ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷക്കാലം പ്രവാസ ജീവിതത്തിൽ കണ്ടതിൽ നിന്ന് വേറിട്ട ഒരു കാഴ്ചയിലേക്ക് എൻ്റെ മനസ്സെത്തി നിൽക്കുന്നത് കൊണ്ടാണോ? അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ ഈ മാജിക് ഒരുക്കിയ കുടുംബശ്രീ പ്രവർത്തകർ ഏതാനും പേർ ഇവിടെ നിൽക്കലുണ്ടായി. ആ അമ്മമാരോട് ഞാൻ വിശേഷങ്ങളൊക്കെ തിരക്കി. ഇതിൻ്റെ ഭൂമി തയ്യാറാക്കലും വിത്തുപാകലും ഒക്കെ എങ്ങനെ എന്ന് അവർ വളരെ സ്നേഹത്തോടെ എല്ലാം വിവരിച്ചു തന്നു. പക്ഷെ ഇവിടെ
ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. പാട്ട് വച്ച് കേൾപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ എനിക്കതുപോലെ ഇവിടെ കേൾപ്പിക്കാൻ കഴിയില്ല. കാരണം ആ പാട്ടിന്റെ പേരിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് അവർ പറഞ്ഞ രീതികളിലൂടെ, തന്ന ഗൈഡൻസിലൂടെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിന്റെ ഉയരത്തിലേക്ക് കയറിയാൽ ഇങ്ങനെ ഒന്നാകെ ഈ ചുറ്റുവട്ടം കാണാമെന്നും അവർ പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ വീഡിയോ പകർത്തി. നോക്കെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന പച്ചപ്പ് കണ്ടു. ധാരാളം ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇതുപോലെ അറിഞ്ഞറിഞ്ഞ് ഇനി ഇവിടെ ആൾക്കാരെത്തും. ഇവരുടെ ആ കഠിനാധ്വാനത്തിന്റെ വില തന്നെയാണ് കേട്ടോ ഈ സൗന്ദര്യം. എനിക്ക് ഇത് വളരെയധികം ഇഷ്ടമായി തോന്നി. നിങ്ങൾക്കോ? ചെറുതിൽ പോലും സൗന്ദര്യം കാണുകയും ചെറിയ സാധ്യതകളിൽ പോലും വിശാലമായ ഒരു പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്ന മനസ്സാണ്. അതുകൊണ്ടാവാം ഈ ശുദ്ധമായ നീലാകാശവും ഇവിടെയുള്ള ഒരു നീർച്ചോലയും പിന്നെ ഈ പരിസരത്ത് കാണുന്ന ഇവിടത്തെ ജനങ്ങളുടെ വരുമാന മാർഗമായ റബ്ബർ കൃഷിത്തോട്ടവും ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. എവിടെ പോയാലും കാഴ്ചകൾ ഒന്ന് തന്നെയാണ്. എങ്ങും ജമന്തി ചെടികൾ പൂത്തു നിൽക്കുന്നു. മുൻപൊക്കെ നമ്മൾ അടുത്ത സ്റ്റേറ്റുകളിൽ പോകണം, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ പോകണം. ഇടയ്ക്ക് പുറത്തുനിന്നൊരു സുലൈമാനി കുടിക്കാൻ വന്നതാണ്. അവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കുടുംബശ്രീ പ്രവർത്തകരായ ചേച്ചിമാർ തന്നെ വിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ കാഴ്ചകൾ ഈ പൂന്തോട്ടത്തിന്റെ മറ്റൊരു വശത്ത്. ഇവിടെ നിറയെ മഞ്ഞപ്പൂക്കൾ. ഇപ്പോ സൂര്യനും കിരണങ്ങളെ ഇങ്ങോട്ട് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഒരു സ്വർണമയമായി തോന്നുകയാണ്. അങ്ങിങ്ങായി നിൽക്കുന്ന തെങ്ങുകളും പിന്നെ ചെമന്ന ഒരു ഭൂമിയും. മണ്ണിന് ആ ഒരു നിറമാണ്. അങ്ങ് ദൂരെ പരിസരത്ത് പണി തീർന്നുകൊണ്ടിരിക്കുന്ന വില്ലകളെ കാണാം. നമുക്ക് ഈ മണ്ണ് കൃഷിക്കും മറ്റു വിളകൾക്കുമായി ഒരുക്കിയെടുത്ത് തയ്യാറാക്കി ഈ രീതിയിലൊരു കാഴ്ചയ്ക്ക് അവസരമൊരുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ കഠിനാധ്വാനം ഉണ്ടാവും. എന്തു പറയുന്നു? ശരിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഓരോ കാഴ്ചകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിസ്സാരമായ ഒരു എൻട്രി ഫീസ് മാത്രമേ അവരോട് വച്ചിട്ടുള്ളൂ. നമുക്ക് അനായാസേന വന്ന് കാണാൻ പറ്റുന്നൊരിടം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വെറും 10 രൂപ മുടക്കിയപ്പോൾ. പുറത്ത് ചെറിയ ചെറിയ കച്ചവട സാധ്യതകളെ തിരയുന്ന സഹോദരങ്ങൾ വേറെയുമുണ്ട് കേട്ടോ. തിരികെ പോകും വഴി വെടിവെച്ചാൻ കോവിലിൽ നിന്ന് ഭഗവതി നട എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ ധാരാളം ഷോപ്പുകളിൽ ഇങ്ങനെ അവർ ലൈവായി പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. കുറച്ച് പലഹാരമൊക്കെ ഞാനും വാങ്ങി. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം. ഒത്തിരി നന്ദി കേട്ടോ.